Welcome all. This video is about Indian polity in a series of lectures explained in Malayalam. Salient features of Constitution അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. So let's get into video. Before that, please support me by subscribing this channel and please like, share and comment if you like this content. ഭരണഘടന പല വിധത്തിലുണ്ട്. കോഡിഫൈഡ് ആൻഡ് അൺകോഡിഫൈഡ്, മൊണാർക്കിയൽ ആൻഡ് റിപ്പബ്ലിക്കൻ, പ്രസിഡൻഷ്യൽ ആൻഡ് പാർലമെന്ററി. ഇത്തരത്തിൽ സവിശേഷതകൾ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ രാജ്യങ്ങളിലും കാണാം. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നതാണ് ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ശേഷം അമെൻമെന്റ് അഥവാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 42nd അമെൻമെന്റിലൂടെ നിരവധി മാറ്റങ്ങൾ വന്നതിനാൽ 1976 ഈ അമെൻമെന്റ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏകദേശം 17ഓളം ഫീച്ചേഴ്സിനെ പറ്റി ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കയുടേത് ലോകത്തിലെ ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനായി കരുതുന്നു. ഇന്ത്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും ഇംഗ്ലണ്ട്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും ആണുള്ളത്. റിട്ടൺ എന്നാൽ ഒരു ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ച് ചർച്ചകൾ നടത്തി കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സ് ഒരു സിംഗിൾ ഡോക്യുമെന്റായി പബ്ലിഷ് ചെയ്യപ്പെടും. അതായത് ഒരു ബുക്കായി പബ്ലിഷ് ചെയ്യപ്പെടുന്നു. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ നിയമങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, എന്നാൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഒരു സിംഗിൾ ഡോക്യുമെന്റായി ഭരണഘടന പബ്ലിഷ് ചെയ്തിട്ടില്ല. കാലാകാലങ്ങൾ ആയിട്ടുള്ള നിയമങ്ങളെല്ലാം അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. 1215 മാഗ്ന കാർട്ട ഇപ്പോഴും ബ്രിട്ടന്റെ ഭരണഘടനയുടെ ഭാഗമാണ്. അതായത് പഴയ നിയമങ്ങളിലേക്ക് പുതിയവ ചേർക്കപ്പെടുന്നു. എല്ലാ നിയമങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയെല്ലാം ചേർത്ത് ഒരു സിംഗിൾ ഡോക്യുമെന്റായി രൂപപ്പെടുത്തിയിട്ടില്ല. അതായത് ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിലവിൽ ഏകദേശം 470 ആർട്ടിക്കിൾസും 25 പാർട്സും 12 ഷെഡ്യൂൾസും ഉണ്ട്. ലോകത്തുള്ള ഒരു ഭരണഘടനയ്ക്കും ഇത്രയധികം ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും ഇല്ല. അമേരിക്കൻ ഭരണഘടനയ്ക്ക് 7 ആർട്ടിക്കിൾസും ഓസ്ട്രേലിയൻ ഭരണഘടനയ്ക്ക് 128 ആർട്ടിക്കിൾസും കനേഡിയൻ ഭരണഘടനയ്ക്ക് 147 ആർട്ടിക്കിൾസും ആണുള്ളത്. ഇത്രയും ലെങ്തിയസ്റ്റ് ആയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ രൂപീകരിച്ചതിന് പിന്നിൽ പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ, ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അഥവാ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. ഇന്ത്യയുടെ വലിപ്പവും ഡൈവേഴ്സിറ്റിയും ഇതിൽ ഉൾപ്പെടും. നിരവധി ഭാഷകൾ, മതേതരത്വം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നു. സെക്കൻഡ് വൺ, ഹിസ്റ്റോറിക്കൽ ഫാക്ടർ. ഇൻഫ്ലുവൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ടറായാണ് കണക്കാക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1935 ഈ ആക്ടും ലെങ്തിയസ്റ്റ് ആയിരുന്നു. തേർഡ് വൺ, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കയിൽ സെന്ററിനും സ്റ്റേറ്റിനും 2 ഭരണഘടനയാണുള്ളത്. അതായത് നിയമങ്ങൾ വ്യത്യസ്തമാണ്, ഭരണഘടനയും വ്യത്യസ്തം. പക്ഷെ ഇന്ത്യയിൽ സെന്ററിനും സ്റ്റേറ്റിനും ഒരേ ഭരണഘടനയാണുള്ളത്. സ്റ്റേറ്റിന്റെയും സെന്ററിന്റെയും ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കോൺസ്റ്റിറ്റ്യൂഷന്റെ കണ്ടന്റും ബൾക്കിയാവും. ഫോർത്ത് വൺ ഈസ് ഡോമിനൻസ് ഓഫ് ലോയേഴ്സ്. ഭരണഘടന ലോയേഴ്സിന്റെ ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ഉള്ളടക്കവും തീർച്ചയായും സങ്കീർണമായിരിക്കും. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. ഇന്ത്യൻ ഭരണഘടന അതിന്റെ വ്യവസ്ഥകളിൽ ഭൂരിഭാഗവും മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. അതായത് ഓരോ രാജ്യത്തിന്റെയും ഭരണഘടനയെപ്പറ്റി മനസ്സിലാക്കി അതിൽ നിന്നും നല്ല കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പല ഭാഗങ്ങളും രൂപീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്ട്രക്ചറൽ പാർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും ഫണ്ടമെന്റൽ റൈറ്റ്സ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും DPSP അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പൊളിറ്റിക്കൽ പാർട്ട് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തിട്ടുള്ളവയാണ്. ഇതുകൂടാതെ
കാനഡ, റഷ്യ, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടം കൊണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ ഭരണഘടനയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഭരണഘടനകളെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഒരു ഫ്ലെക്സിബിളായ ഭരണഘടന ഭേദഗതി വരുത്താവുന്ന ഒന്നാണ്. ഇവിടെ സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുന്ന അതേ രീതിയിൽ ഭേദഗതികൾ നടത്താൻ കഴിയും. ബ്രിട്ടീഷ് ഭരണഘടന ഇതിന് ഉദാഹരണമാണ്. എന്നാൽ റിജിഡായ ഭരണഘടനയ്ക്ക് അമെൻമെന്റ് അഥവാ ഭേദഗതി എന്നത് പ്രത്യേക നടപടിക്രമം ആവശ്യമുള്ള ഒന്നാണ്. അമേരിക്കൻ ഭരണഘടന ഇതിനുദാഹരണമാണ്. അവിടെ അമെൻമെന്റ് എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന റിജിഡോ ഫ്ലെക്സിബിളോ അല്ല, മറിച്ച് രണ്ടിൻ്റെയും സമന്വയമാണ്. അതായത് ഒരു മോഡറേറ്റ് ആണ്. ആർട്ടിക്കിൾ 368 പ്രകാരം ഫ്ലെക്സിബിളും റിജിഡുമായ ഭേദഗതികൾ സാധ്യമാണ്. ഇന്ത്യയിൽ ചില വ്യവസ്ഥകൾ പ്രത്യേക ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഭേദഗതി ചെയ്യാൻ കഴിയും. അതായത് ഓരോ സഭയിലെയും പാർലമെന്റ് അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്താൽ ചില വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്താൻ സാധിക്കും. ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്ലെക്സിബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. അതായത് 2/3 ഭൂരിപക്ഷം മതി. എന്നാൽ മറ്റു ചില വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തണമെങ്കിൽ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പകുതി സംസ്ഥാനങ്ങളുടെയും സഹകരണം ആവശ്യമാണ്. ഇത് പ്രയാസകരമേറിയതുകൊണ്ട് റിജിഡിറ്റിയെ സൂചിപ്പിക്കുന്നു. അതേസമയം ഭരണഘടനയുടെ ചില വ്യവസ്ഥകൾ പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയ പോലെ ഭേദഗതി വരുത്താൻ കഴിയും. എന്നാൽ ഈ ഭേദഗതികൾ ആർട്ടിക്കിൾ 368 കീഴിൽ വരുന്നതല്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മോഡറേറ്റായി കണക്കാക്കപ്പെടുന്നു. അതായത് ഫ്ലെക്സിബിളുമല്ല റിജിഡുമല്ല, ഇതിനിടയിലുള്ള ഒരു സമന്വയം. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. അതായത് ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്നു. ഒരു ഫെഡറേഷന്റെ പതിവ് സവിശേഷതകളെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതായത് 2 ഗവൺമെന്റ്സ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ബൈക്യാമറലിസം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ ഫെഡറൽ ഫീച്ചേഴ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിൽ തന്നെ 2 ഗവൺമെന്റ് എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും, ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്നത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെയും, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നത് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും, ബൈക്യാമറലിസം ഇൻ യൂണിയൻ എന്നത് ലോകസഭയെയും രാജ്യസഭയെയും സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ശക്തമായ ഒരു കേന്ദ്രം, ഒരു ഭരണഘടന, ഒറ്റ പൗരത്വം, സംയോജിതമായ ജുഡീഷ്യറി, സ്റ്റേറ്റ് ഗവർണറുടെ നിയമനം, ഓൾ ഇന്ത്യ സർവീസസ് തുടങ്ങിയവ യൂണിറ്ററി ഫീച്ചറിലും ഉൾപ്പെടുന്നു. മാത്രമല്ല ഫെഡറേഷൻ എന്ന പദം ഭരണഘടനയിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വാസി ഫെഡറൽ എന്നാണ് അറിയപ്പെടുന്നത്. ഫെഡറൽ ഫീച്ചറിന് സമാനമായി ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും ഭരണം നിർവഹിക്കാനുള്ള അധികാരം കൊടുക്കുകയും ഓരോ സംസ്ഥാനത്തിനും സ്വതന്ത്രമായ നിയമനിർവഹണം സാധ്യമാക്കുകയും ചെയ്തു. എന്നാൽ യൂണിറ്ററി ഫീച്ചറിന് സമാനമായി ഒരേ നിയമങ്ങൾ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി ഒരു ശക്തമായ സെൻട്രൽ ഗവൺമെന്റിനെ കൊണ്ടുവന്നു. നെക്സ്റ്റ് ഫീച്ചർ ഈസ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഇന്ത്യയിൽ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. പാർലമെന്ററി സംവിധാനത്തെ വെസ്റ്റ് മിനിസ്റ്റർ എന്നും വിളിക്കുന്നു. ഇന്ത്യയിലെ പാർലമെന്ററി സർക്കാരിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്സ്. അതായത് നോമിനൽ എന്നത് രാഷ്ട്രപതിയെയും റിയൽ എന്നത് പ്രധാനമന്ത്രിയെയും സൂചിപ്പിക്കുന്നു. ഭരണനിർവഹണം പ്രധാനമന്ത്രി ചെയ്യുന്നത് കൊണ്ടാണ് റിയൽ എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്റർ ആകുന്നത്. മെജോറിറ്റി പാർട്ടി റൂൾ. ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് ഭരണം, അതായത് 50% വോട്ട് കിട്ടുന്ന പാർട്ടിക്ക് ഭരിക്കാനുള്ള അവകാശം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേറ്റർ. യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എക്സിക്യൂട്ടീവ്സിനും ലെജിസ്ലേറ്റീവ്സിനും ഇടയിലുള്ള ഒരു ലിങ്കായാണ് പ്രവർത്തിക്കുന്നത്. അതായത്
ലോകസഭയുടെ മുമ്പാകെ ഒരു യൂണിറ്റ് എന്ന നിലയിൽ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സർക്കാരിൻ്റെ ഓരോ നടപടിക്കും ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു. പാർലമെന്ററി ഗവൺമെന്റിന്റെ പ്രധാന സവിശേഷതകളിലൊന്നായി ഇത് അംഗീകരിക്കപ്പെടുന്നുണ്ട്. മെമ്പർഷിപ്പ് ഓഫ് ദി മിനിസ്റ്റേഴ്സ് ഇൻ ദ ലെജിസ്ലേച്ചർ, അതായത് ഒരു മിനിസ്റ്റർ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് നിർവഹിക്കണം എന്ന കണ്ടീഷൻ. ഡ്യുവൽ മെമ്പർഷിപ്പ് എന്നും ഇതിനെ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു മിനിസ്റ്റർ ലോകസഭയിലോ രാജ്യസഭയിലോ മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോ മെമ്പർ ആയിരിക്കണം. ലീഡർഷിപ്പ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഓർ ദ ചീഫ് മിനിസ്റ്റർ. യൂണിയൻ ലെവലിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ ലീഡർഷിപ്പും സ്റ്റേറ്റ് ലെവലിൽ ചീഫ് മിനിസ്റ്ററിൻ്റെ ലീഡർഷിപ്പും. ഡിസൊല്യൂഷൻ ഓഫ് ലോവർ ഹൗസ്. രാജ്യസഭ പെർമനന്റ് ബോഡിയായി പ്രവർത്തിക്കുന്നു. എന്നാൽ ലോവർ ഹൗസ് അഥവാ ലോകസഭ പ്രൈം മിനിസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റിന് പാർലമെന്റിൽ ലയിപ്പിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള സവിശേഷതകളാണ് പാർലമെന്ററി സംവിധാനം സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്ററി സംവിധാനം ബ്രിട്ടീഷ് പാർലമെന്റ് മാതൃകയിൽ അധിഷ്ഠിതമാണെങ്കിലും ചില അടിസ്ഥാന വ്യത്യാസങ്ങൾ രണ്ടും തമ്മിലുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് ബ്രിട്ടീഷ് പാർലമെന്റിനെ പോലെ പരമാധികാരം ഉള്ളതല്ല. അതായത് ഇന്ത്യൻ പാർലമെന്റ് ഒരു സോവറിൻ ബോഡിയല്ല. ഇന്ത്യയിൽ ഇലക്ഷൻ വഴി ഹെഡ് ഓഫ് സ്റ്റേറ്റിനെ നിർണ്ണയിക്കുമ്പോൾ ബ്രിട്ടനിൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നത് രാജാവായിരിക്കും. ദാറ്റ് ഈസ്, വി ആർ റിപ്പബ്ലിക് ആൻഡ് ദേ ആർ മൊണാർക്കിയൽ. എന്നാൽ ഇന്ത്യയിലായാലും ബ്രിട്ടനിലായാലും പാർലമെന്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനം വളരെ നിർണായകമാണ്. നെക്സ്റ്റ് ഫീച്ചർ, സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. പാർലമെന്ററി സുപ്രീമസി ബ്രിട്ടനിൽ നിന്നും ജുഡീഷ്യൽ സുപ്രീമസി അമേരിക്കയിൽ നിന്നും ഉൾക്കൊണ്ടതാണ്. അമേരിക്കയിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ് നിലനിൽക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ അഥവാ നിയമാനുസൃതമായ നടപടി എന്നാൽ നിയമം അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനൊപ്പം വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ടോ എന്നും ഏകപക്ഷീയമാണോ എന്നും പരിശോധിക്കുന്നു. എന്നാൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ പ്രകാരം നിയമം അതിൻ്റെ ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് മാത്രം പരിശോധിക്കുന്നു. സുപ്രീം കോടതിയുടെ സമീപകാലത്തെ മിക്ക വിധിന്യായങ്ങളിലും ഡ്യൂ പ്രോസസ് ഓഫ് ലോയുടെ പ്രാധാന്യം എടുത്തു പറയുകയുണ്ടായി. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഇന്ത്യൻ ഭരണഘടന ഏകീകൃതവും സ്വതന്ത്രവുമായ ഒരു നീതിന്യായ വ്യവസ്ഥ സ്ഥാപിക്കുന്നു. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയും അതിനു താഴെ സംസ്ഥാനത്ത് ഹൈക്കോടതികളും ഹൈക്കോടതിക്ക് കീഴിൽ ജില്ലാ കോടതികളും മറ്റു കീഴ്ക്കോടതികളും നിലനിൽക്കുന്നു. എല്ലാ കോടതികളും സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനൊപ്പം കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ ഏകീകൃതമായി നടപ്പാക്കുന്നു. ഒരേ നിയമങ്ങൾ സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും ഡിസ്ട്രിക്ട് കോർട്ടിലും വ്യത്യസ്ത മേഖലകളിൽ സ്വതന്ത്രമായി നടപ്പിലാക്കുന്നു. എന്നാൽ അമേരിക്കയിൽ ഫെഡറൽ ലോസും സ്റ്റേറ്റ്സ് ലോസും ഡിഫറൻ്റ് ആയാണ് നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നും എടുത്തിട്ടുള്ളവയാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടന ഒരു വ്യക്തിക്ക് ഉറപ്പാക്കുന്ന അവകാശങ്ങൾ ആയതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ ഗ്യാരണ്ടീഡ് റൈറ്റ്സ് ആണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന വ്യക്തിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിലും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടിലും പോകാൻ കഴിയും. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ. എന്നിരുന്നാലും പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ മൗലികാവകാശങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും. 1973 കേശവാനന്ദ ഭാരതി കേസിൽ ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിന് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ രൂപമാറ്റം വരുത്താനാവില്ല എന്ന് സുപ്രീം കോർട്ട് എടുത്തു പറയുകയുണ്ടായി. ആർട്ടിക്കിൾ 368 പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ കൊടുത്തിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ലിങ്ക് നോക്കുക. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയായ
DPSP അഥവാ സംസ്ഥാന മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ വിവരിച്ചിരിക്കുന്നു. അവയെ സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ ഇന്റലക്ച്വൽ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. എന്നിരുന്നാലും മൗലികാവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി DPSP കോടതിയിലൂടെ എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, അതായത് ജസ്റ്റീഷ്യബിൾ അല്ല. സംസ്ഥാനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് ഇവ നിലകൊള്ളുന്നത്. രാജ്യത്തിന്റെ ഭരണത്തിൽ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനപരമാണ്. അതിനാൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ ഈ തത്വങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ്. അയർലൻഡിൽ നിന്നുമാണ് DPSP ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലികാവകാശങ്ങളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ഒരു ബാലൻസിന്റെ അടിത്തറയിലാണ് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിതമായതെന്ന് 1980 മിനർവ മിൽസ് കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. നെക്സ്റ്റ് ഫീച്ചർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഒരു വ്യക്തി എന്ന നിലയിൽ തന്റെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പാലിച്ചിരിക്കേണ്ട അടിസ്ഥാന കർത്തവ്യങ്ങളെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഭരണഘടനയുടെ പാർട്ട് 4A ഇന്ത്യൻ ജനതയുടെ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുക, ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും ആദരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, അതായത് കോടതി മുഖേന എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. ഇന്ദിരാഗാന്ധി സർക്കാർ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്താണ് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1976 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് ഫീച്ചർ എ സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യൻ ഭരണഘടന ഒരു മതേതര രാഷ്ട്രത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ ഇന്ത്യ ഏതെങ്കിലും പ്രത്യേക മതത്തെ ഔദ്യോഗിക മതമായി ഉയർത്തിപ്പിടിക്കുന്നില്ല. മതേതരത്വത്തിന്റെ പാശ്ചാത്യ ആശയം മതവും ഭരണകൂടവും തമ്മിലുള്ള വേർതിരിവ് സൂചിപ്പിക്കുന്നു. ഈ നെഗറ്റീവ് ആശയം വേണ്ടെന്ന് മനസ്സിലാക്കി ഇന്ത്യൻ ഭരണഘടന മതേതരത്വത്തിന്റെ പോസിറ്റീവ് ആശയം ഉൾക്കൊള്ളുന്നു. അതായത് എല്ലാ മതങ്ങൾക്കും തുല്യമായ ബഹുമാനം നൽകുക, അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുക. മാത്രമല്ല, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ എന്ന പഴയ വ്യവസ്ഥയും ഭരണഘടന നിർത്തലാക്കി. എന്നിരുന്നാലും പട്ടികവർഗക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി അവരുടെ ഉന്നമനത്തിനായി സീറ്റുകളുടെ താൽക്കാലിക സംവരണം ഇന്ത്യ നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 14-16 ആർട്ടിക്കിൾ 25-30 ഇന്ത്യയുടെ സെക്യുലാർ നേച്ചർ വ്യക്തമാക്കുന്നു. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി അഥവാ തുല്യത ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 15 നോ ഡിസ്ക്രിമിനേഷൻ അഥവാ വ്യക്തിവിവേചനം പാടില്ല എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 16 ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നു, അതായത് ഗവൺമെന്റ് ജോബിനുള്ള തുല്യമായ അവകാശം എല്ലാ ജനങ്ങൾക്കും നൽകുന്നു. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതപരമായ അവകാശങ്ങളും, ആർട്ടിക്കിൾ 29 കൾച്ചറൽ റൈറ്റ്സ് അഥവാ സാംസ്കാരികപരമായ അവകാശവും, ആർട്ടിക്കിൾ 30 എന്നത് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് അഥവാ വിദ്യാഭ്യാസപരമായ അവകാശവും ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് ഫീച്ചർ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇന്ത്യൻ ഭരണഘടനയിൽ ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം എന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ്. ഫ്രാഞ്ചൈസ് എന്നാൽ വോട്ടവകാശം. 18 വയസ്സിൽ കുറയാത്ത ഓരോ പൗരനും ജാതി, വംശം, മതം, സമ്പത്ത് എന്നിങ്ങനെയുള്ള വിവേചനം കൂടാതെ വോട്ടവകാശം ലഭ്യമാക്കുന്നതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഭരണഘടനയുടെ നിർമ്മാണത്തിന്റെ ഒരു ബോൾഡ് സ്റ്റെപ്പായാണ് ഇതിനെ നിർവചിക്കുന്നത്. വെസ്റ്റേൺ കൺട്രീസിൽ പോലും ഇത് വളരെ സമയമെടുത്താണ് സാധ്യമാക്കിയത്. വനിതകൾക്കുള്ള വോട്ടവകാശം അമേരിക്കയിൽ 1920 ബ്രിട്ടനിൽ 1928 സ്വിറ്റ്സർലൻഡിൽ 1971 സാധ്യമാക്കിയത്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ വിവേചനമില്ലാതെ എല്ലാ ജനങ്ങൾക്കും വോട്ടവകാശം ലഭ്യമാക്കി. ഈ തീരുമാനം സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിന് കാരണമായി. 61st അമെൻമെന്റ് ആക്ട് പ്രകാരം 1989 വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്നും 18 മാറ്റിയത്. നെക്സ്റ്റ് ഫീച്ചർ സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഫെഡറൽ ഫീച്ചർ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരേ നിയമങ്ങൾ തന്നെ കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്.
ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സിംഗിൾ സിറ്റിസൺഷിപ്പ് തന്നെ നൽകുന്നു. എന്നാൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സ്റ്റേറ്റിനും സെന്ററിനും ഡിഫറെന്റ് സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിലുള്ള വ്യക്തിക്ക് ആ സ്റ്റേറ്റ് നൽകുന്ന സിറ്റിസൺഷിപ്പും അമേരിക്ക നൽകുന്ന സിറ്റിസൺഷിപ്പും ലഭ്യമാക്കുന്നു. നിയമങ്ങളിലും ആ വേർതിരിവ് അവിടെ പ്രകടമാണ്. നെക്സ്റ്റ് ഫീച്ചർ ഇൻഡിപെൻഡന്റ് ബോഡീസ്. ഇന്ത്യൻ ഭരണഘടനയുടെ യുണീക്ക് ഫീച്ചറിലൊന്നാണ് ഇൻഡിപെൻഡന്റ് ബോഡീസ് ആയ ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, UPSC, SPSC. പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഉള്ള തിരഞ്ഞെടുപ്പുകളുടെ ചുമതല ഇലക്ഷൻ കമ്മീഷൻ നിർവഹിക്കുന്നു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗവൺമെന്റിന്റെ ചിലവുകൾ ഓഡിറ്റ് ചെയ്യുന്നു. ഓൾ ഇന്ത്യ സർവീസിലേക്ക് UPSCയും സ്റ്റേറ്റ് സർവീസിലേക്ക് PSCകളും ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഫീച്ചർ എമർജൻസി പ്രൊവിഷൻസ് അഥവാ അടിയന്തരാവസ്ഥ. ഇത് പ്രകാരം 3 വിധത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ആർട്ടിക്കിൾ 352 പ്രകാരം യുദ്ധമോ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ലഹളയോ നേരിട്ടാൽ രാജ്യത്തിന് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ്സ് റൂൾ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇലക്ഷനിലോ അല്ലാതെയോ സംസ്ഥാന നിയമസഭ പരാജയപ്പെട്ടാൽ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്ത് പ്രസിഡന്റ്സ് റൂൾ കൊണ്ടുവരും. ആർട്ടിക്കിൾ 360 പ്രകാരം രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തകരുന്ന അവസ്ഥയിൽ ഫിനാൻഷ്യൽ എമർജൻസി അഥവാ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും. എമർജൻസി സിറ്റുവേഷൻസിൽ ഫെഡറൽ സ്ട്രക്ചർ യൂണിറ്ററിയായി മാറും. അതായത് ഒരു അമെൻമെന്റും ഇല്ലാതെ തന്നെ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും സെന്ററിന് ലഭ്യമാക്കും. നെക്സ്റ്റ് ഫീച്ചർ 3 ടയർ ഗവൺമെന്റ്. ഫെഡറൽ സംവിധാനത്തിൽ സെന്റർ ആൻഡ് സ്റ്റേറ്റ് ലെവൽ മാത്രമാണുള്ളത്. എന്നാൽ ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിയൻ ചിന്തയെ അടിസ്ഥാനമാക്കി 1992 ലോക്കൽ ഗവൺമെന്റിനെ കൂടി ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി. അതായത് സെന്ററിന് കീഴിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിൽ ലോക്കൽ ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റിന് കീഴിൽ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും. ഇന്ത്യൻ ഭരണഘടനയുടെ യുണീക്ക് ഫീച്ചറാണ് 3 ടയർ ഗവൺമെന്റ്. 73ാമത്തെയും 74ാമത്തെയും അമെൻമെന്റിലൂടെയാണ് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ലോക്കൽ ഗവൺമെന്റിന് കീഴിൽ കൊണ്ടുവരുന്നത്. 1992 ഭരണഘടനയിലേക്ക് പാർട്ട് 9 ഷെഡ്യൂൾ 11 ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഭരണം റൂറൽ ഏരിയാസിൽ കൊണ്ടുവന്നു. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ നിലവിൽ വരുത്താനുള്ള തീരുമാനം. 1992 പാർട്ട് 9യും ഷെഡ്യൂൾ 12ഉം ഉൾപ്പെടുത്തി മുനിസിപ്പാലിറ്റി ഭരണം അർബൻ ഏരിയാസിൽ കൊണ്ടുവന്നു. അതായത് നഗരപ്രദേശങ്ങളിൽ. ഇവിടെയും 3 ടയർ സിസ്റ്റം ഏർപ്പെടുത്തി. ഇതുപ്രകാരം ട്രാൻസിഷണൽ ഏരിയാസിൽ നഗർ പഞ്ചായത്തും, ചെറിയ സിറ്റികളിൽ മുനിസിപ്പൽ കൗൺസിലും, വലിയ സിറ്റികളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻസും സ്ഥാപിക്കാൻ തീരുമാനമായി. നെക്സ്റ്റ് ഫീച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 2011 97ാമത്തെ അമെൻമെന്റ് ആക്ടിലൂടെ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം എന്നതിലാണ് സഹകരണ സംഘം രൂപീകരിക്കാനുള്ള അവകാശം പറയുന്നത്. സാലിയൻ ഫീച്ചേഴ്സിനെ പറ്റി മാത്രമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ചാപ്റ്ററിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നേരെയുള്ള ക്രിറ്റിസിസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബൊറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടതാണ് ഇന്ത്യൻ ഭരണഘടന എന്നതാണ് പ്രധാന ക്രിറ്റിസിസം. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ട് കുറവുകൾ പരിഹരിച്ച് രൂപപ്പെടുത്തിയതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഒരു രാജ്യത്തിന്റെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലെയും നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലത് മാത്രം ഉൾക്കൊള്ളുമ്പോഴാണ് നല്ല ഭരണം സാധ്യമാവുക. ഡോക്ടർ BR അംബേദ്കർ ഈ ക്രിറ്റിസിസത്തിനെതിരായി അസംബ്ലിയിൽ പറഞ്ഞത് ശ്രദ്ധേയമാണ്. എല്ലാ ഭരണഘടനകളും അവയുടെ പ്രധാന വ്യവസ്ഥകളിൽ സമാനമായിരിക്കണം. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിശകുകൾ നീക്കം ചെയ്യുകയും അത് ആവശ്യാനുസരണം ഉൾക്കൊള്ളുകയും ചെയ്യണം. സെക്കൻഡ് വൺ, കാർബൺ കോപ്പി ഓഫ് 1935 ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ന്റെ അതേ പകർപ്പാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതായിരുന്നു അടുത്ത ക്രിറ്റിസിസം.
ഒരു ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളിൽ പേറ്റന്റ് അവകാശങ്ങൾ ആർക്കും സ്വന്തമല്ല എന്നും നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുമാണ് അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ ഇതിനുത്തരമായി പറഞ്ഞത്. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഭരിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്രിട്ടീഷുകാർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിലവിൽ കൊണ്ടുവന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെ നിലവിൽ വന്നത്. ആ നിയമം ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അതിനാൽ നമുക്ക് വേണ്ടി നിർമ്മിച്ച നിയമങ്ങളിലെ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഒരു തെറ്റും കാണാനാവില്ല. തേർഡ് വൺ, അൺഇന്ത്യൻ, ഫോറിൻ നേച്ചർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ചേരില്ല എന്നതായിരുന്നു ചില വിമർശനങ്ങൾ. എന്നാൽ മൈനോറിറ്റി റൈറ്റ്സ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് തുടങ്ങിയവ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയ നിയമങ്ങളാണ്. അതിനാൽ അൺഇന്ത്യൻ എന്ന് പറയാനാവില്ല. ഫോർത്ത് വൺ, അൺഗാന്ധിയൻ എന്നതാണ്. DPSP ഗാന്ധിയൻ കൺസെപ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അൺഗാന്ധിയൻ എന്ന് പറയാനാവില്ല. DPSP എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഫിഫ്ത്ത് വൺ, എലിഫന്റൈൻ സൈസ്. നമ്മുടെ രാജ്യത്തിൻ്റെ വലുപ്പം, ഡൈവേഴ്സിറ്റി, വെറൈറ്റീസ് ഇതൊക്കെ ഉൾക്കൊള്ളിച്ച് ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും വലുപ്പം കൂടും. അതിനാൽ എലിഫന്റൈൻ സൈസ് എന്ന് വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. ലാസ്റ്റ് വൺ, പാരഡൈസ് ഓഫ് ലോയേഴ്സ്. തീർച്ചയായും ലോയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു ഭരണഘടന രൂപപ്പെടുത്താൻ കഴിയൂ. ഏതു രാജ്യത്തിൻ്റെ ഭരണഘടന എടുത്താലും ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ ക്രിറ്റിസിസം ഒക്കെ കാര്യമായ കുറവുകളല്ല എന്നത് മനസ്സിലാക്കാൻ കഴിയും. Next video is about preamble of the Indian Constitution.